ഹായ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എന്നും എനിക്ക് ഓരോ കാര്യങ്ങളുണ്ടാവും എന്നല്ല കേട്ടോ, ഞാൻ കുറേ കാലങ്ങളായിട്ട് ചിന്തിക്കണേ. എന്നെ പോലെ കുറേ ആൾക്കാർ ചിന്തിക്കുന്നതും ഉണ്ട് കേട്ടോ. ദിവസം എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ, ഇത് കാലങ്ങളായിട്ടുള്ളതാട്ടോ. അപ്പം ഇന്നത്തെ ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയമങ്ങളെക്കുറിച്ചാട്ടോ. നമ്മളെ നാട്ടിൽ നിയമങ്ങൾ ആവശ്യമുണ്ടോ? നിയമങ്ങൾ വേണമല്ലേ? നിയമങ്ങളില്ലെങ്കിലാണ് കുറ്റകൃത്യങ്ങൾ കാര്യങ്ങൾ ഒക്കെ നടക്കുക. നിയമം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ആർക്കും ഒരു പേടിയില്ലാത്ത കാലമാണ്. പക്ഷേ നിയമം ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു രീതിക്കെങ്കിലും കാര്യങ്ങൾ നടന്നു പോകണത്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കും അറിയാതെ ഈ നിയമങ്ങളെന്ന് പറയുന്നത് രണ്ട് തട്ടാണ്. കാശുള്ളവന് ഒരു നീതി, കാശില്ലാത്തതിന് വേറൊരു നീതി. കാശില്ലാത്ത ആൾ എന്തെങ്കിലും ഒരു ഇതിൽ പ്രതിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തായാലും പണിഷ്മെൻറ്റ് കിട്ടുന്നു, ഷുവറാണ്. അതെല്ലാവർക്കും അറിയാം. കാശുള്ള ആളാണെങ്കിലോ ആൾക്കത് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അതിന് വേറെ ആളെ സൃഷ്ടിക്കാനും എല്ലാം കഴിയും. അതൊക്കെ നമ്മളെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ ഒന്നും പറയല്ല കേട്ടോ. ഞാൻ ചിന്തിച്ചൊരു കാര്യം, നിങ്ങളിത് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളെല്ലാവരും ഇപ്പം ഏത് നിയമ സംവിധാനമാണെങ്കിലും ഏതൊരു നമ്മളെ ഭരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ പണിഷ് ചെയ്യുന്നതോ ഏതൊരു സ്ഥാനത്തുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഇതൊക്കെ നമ്മൾ ഇതിലെ ഈ നമ്മളെ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലോ എവിടെയാണെങ്കിലും എല്ലാവരും സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ള ആൾക്കാരാണ് കൂടുതൽ കേട്ടോ. അപ്പം നമ്മൾ വോട്ട് ചെയ്യുമ്പം എന്താ പറയുക, ഈ രണ്ട് തട്ടില്ലല്ലോ. കാശുള്ളവൻ്റെ വോട്ട്, കാശില്ലേ. അപ്പം ഈ നമ്മളെ സ്ഥാനാർത്ഥികൾക്കാണെങ്കിലും ശരി, ഏതാൾക്കാർക്കാണെങ്കിലും എല്ലാവരും വോട്ടും വേണം. അപ്പം നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഈ നമുക്കൊരു നിയമവ്യവസ്ഥയോ അല്ലെങ്കിൽ ഒരു എല്ലാവരും ബാധിക്കുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിലൊരു പ്രശ്നം വരുമ്പം ഉള്ളവനും ഇല്ലാത്തവനും എന്തുകൊണ്ടാണ് രണ്ട് നീതി? നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാശുള്ള ആളാണോ കാശില്ലാത്ത ആരാണോ എന്ന് ആരും ചോദിക്കുന്നില്ല. നമ്മളെ വോട്ട് അവർക്ക് വേണം, നമ്മളോട് ചോദിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ പല കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ വോട്ട് ചെയ്ത നമ്മൾ തന്നെ പല കാര്യങ്ങളിലും കാശിൻ്റെ ഇതിലാണെങ്കിലും ശരി എല്ലാത്തിലും നമ്മൾ പിന്തള്ളപ്പെടുന്നുണ്ട്. രണ്ട് നീതിയുണ്ട്. ഇത് ശരിയാണോ? എനിക്ക് എൻ്റെ